അപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിനിയെ ടി സി വാങ്ങി മറ്റു സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചോ? അതെ അതെ. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എന്റെ കുട്ടിന്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. അവരും ധരിച്ചിരിക്കുന്നത് തന്നെയല്ലേ ധരിച്ചിരിക്കുന്നത്. അതിലെന്ത് ഭയപ്പാടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവര് സമത്വം, രാജ്യത്തിന്റെ മതേതരത്വം, ഇതൊന്നും ഈ ഷോള് ധരിക്കുമ്പോൾ എവിടെയാണ് നഷ്ടപ്പെടണമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊടുത്ത പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി നീതിപൂർവമായ ഒരു തീരുമാനം എനിക്ക് കിട്ടുകയും അതിന് ഞാൻ നമ്മുടെ കേരള സർക്കാരിനോട് നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, നമ്മുടെ അവിടെ വളരെ സെൻസിറ്റീവായ ഏരിയയാണ്. അവിടെ ഒരു പ്രശ്നം നടക്കാൻ, അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തിട്ട് ആണ് ഞാൻ അന്ന് ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടത്, ജനപ്രതിനിധികളും പറഞ്ഞപ്പോൾ. കാര്യം ഞാനും എന്റെ മകളും എന്റെ കുടുംബവും കാരണം ആ പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് അന്ന് സമ്മതിച്ചത്. അതിനുശേഷമാണല്ലോ ഈ വിധി, മറ്റു വിധികൾ വന്നത്. അപ്പോഴും വിധി വന്നപ്പോഴുള്ള അവരുടെ നിലപാടും കണ്ടല്ലേ. പറഞ്ഞോ ഇനി ആ സ്കൂളിലേക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞോ? അത് അവളത് തന്നെയാണ് പറയുന്നത്. അവൾക്ക് ഇനി അവിടെ പഠിക്കാനും മറ്റു വിദ്യാർത്ഥികളെ, സഹപാഠികളെയും ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പഠിക്കേണ്ട, എനിക്ക് വേറെ സ്കൂളിൽ മതി എന്ന് പറഞ്ഞു.